കമേഴ്സ്യലൈസേഷനെ കുറിച്ച് ആദ്യമേ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. കാരണം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ വീട് കാണുന്ന സമയത്ത് പഠിക്കാൻ ചെന്നതാ. ആ സമയത്ത് മനസ്സിലാക്കിയതാണ് ഇത്രയും വലിയ സംഗീതജ്ഞൻ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാനും ഭാവിയിൽ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനെയാണല്ലോ ആയിപ്പോവാന്നൊരു തോന്നലുണ്ടാവുക. അവിടെ നിന്ന് ആ തോട്ടിനെ വർക്ക് ചെയ്ത് കയറ്റുക, എന്നിട്ട് അത് കമേഴ്സ്യലൈസ് ചെയ്ത് കറക്റ്റ് എവിടെയാണോ പിച്ച് ചെയ്യേണ്ടത് ആ പിച്ചിൽ കറക്റ്റായിട്ട് വീഴുകയാണ്. അതൊരു വലിയ അനുഭവമല്ലേ ആ വീട് കണ്ട? ഞാനന്ന് പണ്ട് എൻ്റെ ഗുരുനാഥനെ ഫോളോ ചെയ്തു. വാദ്യവിശാരദ, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ വലിയൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹം ഒരു ഗഞ്ചിറ പ്ലെയറാണ്, വേൾഡ് ഫേമസ് ഗഞ്ചിറ പ്ലെയർ. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അന്ന് എനിക്ക് വയസ്സ് 17. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ആകെ ഇടിഞ്ഞു പൊടിഞ്ഞൊരു വീട്, ഭക്ഷണം വയ്ക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം അവസ്ഥ. ഞാൻ വിചാരിച്ചു ദൈവമേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഗുരുവിനെ കണ്ട് കാലിലൊക്കെ നമസ്കരിച്ച് ഒരു ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഞാൻ ഈ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് ഇതുപോലെ ആവുമോ എന്നുള്ള ചിന്ത ഓരോരുത്തരുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ്. അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ കാര്യം. അത് ജീവിതത്തിൽ ഓരോ ഘട്ടം എത്തുമ്പോഴും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് തോന്നും ഒരു ടി ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ തീരുമാനിക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ സമയത്ത് ബോൾഡായിട്ട് ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ. നമുക്ക് ആ സമയത്ത് തോന്നും. ആ തോന്നുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ നമ്മളുടെ വിഷൻ മാത്രം നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേര് ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കും. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ് എഴുതിയെടുത്തപ്പോഴാണ്? ഇല്ല എഴുതിയിട്ടില്ല. ഫെയിലാണ്. ഫെയിലാണ്. പ്രൗഡ്ലി ഫെയിലാണ്. അപ്പം പിന്നെ മ്യൂസിക് കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിന് SSLC വേണ്ട. ഓ SSLC വേണ്ട. ഞാൻ വിചാരിച്ചു പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്ത് ഹൈസ്കൂൾ എത്തിയാൽ മതി. ഓ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. മ്യൂസിക് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തില്ല. അതും കംപ്ലീറ്റ് ചെയ്തു. ഇത് കണ്ടതോടുകൂടി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. ഈ തീരുമാനം എടുക്കുമ്പോൾ ആ വഴി സഞ്ചരിച്ച പ്രശ്നമെന്ന് അറിഞ്ഞ് ഞാൻ അടുത്ത ദിവസം കോളേജിലൊരു കച്ചേരി വായിച്ചു. മൃദംഗം പ്ലെയർ, ഞാൻ മൃദംഗിസ്റ്റാണ്, തബലയും വായിക്കും. അന്ന് മൃദംഗം ഓഗസ്റ്റ് 15 ഒരു കച്ചേരി ഉണ്ടായിരുന്നു കോളേജിൽ ഓഡിറ്റോറിയത്തിൽ. ആ കച്ചേരി വായിച്ച് ഞാൻ മൃദംഗമായിട്ട് ഇറങ്ങിയത്. പിന്നെ കോളേജിൽ കയറിയിട്ടില്ല. അതിൻ്റെ തലേ ദിവസമാണ് സാറിൻ്റെ വീട്ടിൽ പോകുന്നത്. സോ ഡിസിഷൻസ് ആർ മെയ്ഡ് വെരി ഫാസ്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും സമയം കളഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് ഹീറോയിസ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ പക്ഷേ ഒരു പ്രശ്നം കൂടെ ഉള്ളത്, ഹീറോയിസ് ആയിട്ട് അഭിനയിച്ചല്ല കേട്ടോ, ഹീറോയിസ് ആയിട്ട് അവതരിപ്പിച്ചതല്ല. അതിന് കാരണമുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ മാർക്ക് കുറഞ്ഞു എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. മനസ്സിന് ഒരു ബലമില്ലാത്ത ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കേൾക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ SSLC ഫെയിലാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻസ്പിറേഷനായിട്ട് ഇട്ടാണ്. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ SSLC പാസ്സാവണം നിർബന്ധമൊന്നുമില്ല എന്നാണ് ഞാനുള്ള ഉദ്ദേശിച്ചത്. അതിൻ്റെ എല്ലാവരും പഠിക്കാതെ എന്നെ പോലെ ആണെന്നല്ല പറഞ്ഞത്. ഇല്ല, ഉദ്ദേശിക്കുന്നത് ഇതാണ്. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതെ. ഈ പലപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ പിടിച്ചിട്ട് കോളത്തിലാക്കാൻ ശ്രമിക്കും. പക്ഷെ ആ കോളത്തിൽ നിന്ന് ഞാൻ പെടില്ലെന്നും എൻ്റെ ജീവിതമാണെന്നും എൻ്റെ സ്വസ്ഥതയാണെന്നും വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും വൃത്തിയായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പറച്ചിലിനപ്പുറത്തേക്ക് ഇത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രവർത്തിക്കുകയാണ്, കാണിക്കുന്നില്ല. നമ്മൾ കണ്ടുപോകുന്നുള്ളത് നോക്കാൻ പോകേണ്ടവർക്ക് പോവാം. കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കും, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് പോവുക. ബുദ്ധിമുട്ടുള്ളവർ അവർ പറയും. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നു, നമ്മൾ സൈഡിലിരിക്കുന്ന അങ്ങോട്ട് വളഞ്ഞ് എന്തിരിച്ച് ഓടിക്കില്ല. നമ്മൾ നേരെയല്ലേ പോകുന്നത്? അതെ, നിയമം പാലിച്ചുകൊണ്ടല്ലേ പോകുന്നത്. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നിയമം പാലിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതെ, നമ്മൾ സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുക. അതേപോലെ തിരിച്ചവർ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാലും നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ ഇതൊരു പ്രശ്നമല്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാളൊന്ന് ചോദ്യം ചോദിച്ചാൽ അത് പ്രശ്നമായില്ലേ? അവിടെ നമ്മൾ വെറുതെ ഇരിക്കില്ല. അതേസമയം പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ഓഫ് ചെയ്താൽ തീരാന്ന് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ സൈലന്റ് മോഡിലിട്ട് അത് നോക്കണ്ടെന്ന് വെച്ചാൽ മതി. നമ്മുടെ വിഷൻ മാറുന്നില്ല. നമ്മൾ ആർക്കും വേണ്ടി ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ജീവിച്ചവരിക്കും ജീവിതം മരണം വരെ എന്തായാലും റിഗ്രറ്റ് ചെയ്യരുത്. ഇപ്പം ലൈഫ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലൈഫ് ഇസ് ജസ്റ്റ് ടുഡേ ആൻഡ് ടുമോറോ. മറ്റന്നാളത്തെ കാര്യം ആലോചിക്കാറില്ല. അതെ, ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ സന്തോഷമായിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ കിട്ടുന്ന പൈസയൊക്കെ അത്യാവശ്യം
ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, ആ. ചിലപ്പോൾ ചിലരെയൊക്കെ ഉപദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, അപ്പൊ ആ. അല്ല അത് വെറുതെ പൊടിച്ച് അതെന്താ കളയരുത്. അറിയാമോ, നമുക്ക് നാളെ ഇപ്പോൾ നമുക്കൊരു യാത്ര, എനിക്ക് നാളെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ആംസ്റ്റർഡാം പോകണം തോന്നി, ഉം. അല്ലെങ്കിൽ പാരീസിൽ പോകണം തോന്നി, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റണ്ടേ? ആ സമയത്ത് നമ്മൾ തെണ്ടി നടക്കാൻ പറ്റും? കാശ് വേണം, കാശ് വേണം. അതിനാണ് പൈസ, നാളത്തേക്കുള്ള പൈസ അതിനെ നമ്മൾ സംരക്ഷിച്ച് വെക്കണം. ആവശ്യിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാം. നമ്മൾ കാലശേഷം എന്തെങ്കിലും ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് ഉണ്ടാവണം. ഉം. അതിന് വേണ്ടിയിട്ടാണ്. അത് നാളെ വരെയുള്ള ഒരു പ്ലാനേ ഉള്ളൂ, മറ്റന്നാളത്തേക്കില്ല. അത് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഉണ്ടാക്കണം നമ്മൾ. ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയില്ലെങ്കിൽ തെണ്ടി അടക്കുക അത്രേ ഉള്ളൂ. ഇനി ഒരു ട്രോള് കാണിക്കാം. ഉം. ട്രോളുകൾ ഭയങ്കര രസമാണ്. ഓക്കെ, ഈ ട്രോള് കണ്ടായിരുന്നോ എന്ന് എനിക്കറിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ആക്ഷനൊക്കെ ഭയങ്കര രസമാണ്. ആ അയാൾ പോയി ശ്രേയാജിക്കാണ് ഒരു 3-4 പേപ്പർ കൊടുത്തത്. ഓക്കെ ശ്രീമാറേട്ടന് ചെറിയൊരു സാധനം. ഓക്കെ. അത് വെണ്ണിലവേ ഒരു ഹിറ്റ് പാട്ടായിരുന്നു. ഓക്കെ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ അത്രയൊക്കെ മതി എന്നുള്ളത് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത്? അവിടെ അങ്ങനൊരു മെയിൽ ഉണ്ടായിരുന്നില്ല. ആ, ആന്റണി പെരുമ്പാവൂർ ചേട്ടൻ, ഉം. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ലാലേട്ടനെ കൊണ്ടൊരു ചെറിയ ഒരു ഒരു lip. ഒരു ആ. ലിപ്പ് വേണം എന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ അമല് പറഞ്ഞു ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നാൽ ശരി, ഇതിൽ ഏത് വരി എവിടെ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അമലിന് ഈ ഫുൾ ലിപ്പൊന്നും കൊടുക്കാം, മെയിലിൽ സാഗറിൽ ജാക്കിന്നുള്ളൊരു അത്രയും ഭയങ്കര ടെററായിട്ട് ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ പാട്ട് പാടണ്ട. പാട്ട് പാടണ്ടെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സെൻസിബിലിറ്റി, ഓരോരുത്തരുടെ സെൻസിബിലിറ്റി ഓരോ രീതിയിലാണ്. അപ്പോൾ അതുപോലെ വരുമ്പോൾ അവർക്ക് അത് തോന്നിയിട്ടുണ്ടാവും. ആസ് എ മ്യൂസിക് കമ്പോസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എവിടെ നമുക്ക് ലാലേട്ടനൊരു ലിപ്പ് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയ ഉണ്ട്, അതൊരു ലോ രജിസ്റ്റർ ഏരിയ ആണ്, ലോ രജിസ്റ്ററിൽ പറയുന്നത്. അവിടെ ഒരു മെയിൽ വന്നാൽ അവിടെയാണ് സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞപ്പം പിന്നെ അത് മെയിലാക്കാം എന്നുള്ളതായിരുന്നു. പിന്നെ ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. 2 വരിയേ ഉള്ളൂ പാടാൻ. പക്ഷേ ലാലേട്ടൻ ലിപ്പ് കൊടുക്കുമ്പോഴൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും കാലം കേട്ട് മറന്ന് ലാലേട്ടൻ പാടുവാണെങ്കിൽ അതിന് ഏറ്റവും സൂട്ടായിട്ടുള്ള വോയിസ് എനിക്ക് തോന്നുന്നത് MG ചേട്ടൻ്റെ. അങ്ങനെ ആണ് MG ചേട്ടനെ വിളിക്കുന്നു. പക്ഷേ 2 വരിയാണെങ്കിലും സന്തോഷമായിട്ട് പാടിപ്പോയി, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോയി. എന്തോ എന്നെ പാടിത്തരില്ല, സെറ്റ്. അങ്ങനെ അത് അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്തോ ഭയങ്കര MG ചേട്ടന് നീ എടുത്തിട്ട് പോടാ, അത് എന്തായാലും നല്ല ക്രിയേഷനാണ്. അതെ അതെ The reality is they വന്ന് ഹാപ്പിയായിട്ട് പാടിയിട്ട് പോയി. ഹാപ്പി. ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും, ചില സിനിമകളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല ഇപ്പൊ സിറ്റുവേഷൻ അല്ലേ. ആഘോഷപ്പാട്ടുകളിൽ ഒരെണ്ണമാണ് ഈ കള്ളിപ്പെണ്ണെ കൺകദളി തേനെ എന്ന് പറയുന്ന പാട്ട്. കള്ളിപ്പെണ്ണെ കണ്ടട. അതിൽ രാജീവ് ആലുങ്കലിനെ ശരിക്കും എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് തെലുങ്ക് റീമേക്ക് ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു പാക്കേജ് ആണ്. എനിക്കത് കണ്ടപ്പോൾ തോന്നി ഇത് തെലുങ്ക് ഇങ്ങനെയുള്ള സോങ്സ് ഉണ്ടാവുമല്ലോ എന്നുള്ളത്, ഇങ്ങനെ ഒരു റിതത്തില്. അതൊരു പക്ക മാസ് പാട്ടാണ്, പക്ക പ്യൂർ മാസ് എന്ന് പറയില്ലേ. ചിലത് നമ്മൾ മാസ് എന്ന് പറയും, ചിലത് പ്യൂർ മാസ്, മരണ മാസ്, അങ്ങനെയുള്ളൊരു പാട്ടാണ്. ഈ പറഞ്ഞത് ശങ്കർജി പാടുന്നു, റിമി ടോമി പാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദിലീപേട്ടൻ ഫാക്ടർ അതിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെ ഒരു ഹിറ്റ് ഫോർമുല പിടിച്ച് ചെയ്തൊരു പാട്ടാണ്. മ്യൂസിക്കലി നല്ലൊരു പാട്ട്, ശങ്കർജി അധികം പേരായിട്ട് പാടിയിട്ടുണ്ട്, ഇടിപൊളിയാണ്. പിന്നെ ചേട്ടൻ ചോദിച്ച ചോദ്യം വേണമെങ്കിൽ പറയാം, അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലൈക്ക് തൃശ്ശൂർ ഉള്ള പാട്ടല്ലേ, വാസുവേട്ട്, തൃശ്ശൂർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും.